we wake, hear the birds and see the sun. Side by side our fears are done. അപ്പോൾ ഗൈസ് പാക്കിംഗ് ആണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ പൂനെയൊക്കെ പോകുന്നത്. അപ്പോൾ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക. ഡ്രസ്സൊക്കെ ഞാൻ ഇതിൽ സെറ്റാക്കി എല്ലാം നല്ല ഡ്രസ്സ്, വീട്ടിലുള്ള ഡ്രസ്സ്, പാൻറ്റ് അങ്ങനെയൊക്കെ ആകെല്ലാം കൊലയിൽ കിടക്കുക. അപ്പം ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് കാണാം. നാളെ പോകുന്നത്. ഇന്നാണ് കംപ്ലീറ്റ് പാക്കിംഗ് പരിപാടികൾ. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം ഇന്ന് പൂനെയിലോട്ട് പോവുകയാണേ. എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്തു. അത് താഴെ തിരികാൻ ചേർന്ന റൂമിലാണ്. ഇപ്പോൾ കുറച്ച് ദിവസം പൂനെയിലാണല്ലോ, കുറച്ച് ദിവസമല്ല കുറച്ച് കാലം. അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ റെഡിയായി ഇറങ്ങാൻ നിൽക്കുവാണ്. വണ്ടിയിലിട്ട് നമ്മൾ പോകുന്നത്. ഒരു 3 ദിവസത്തെ ഡ്രൈവാണ് വിചാരിക്കണേ. ഓൺലി രാവിലെ മാത്രം. സിറ്റുവേഷൻ അങ്ങനെയും കൂടി ആയതുകൊണ്ടാണ് അങ്ങനെ. പിന്നെ എല്ലാം എടുത്തു. കുറേയൊക്കെ കാറ്റി, എന്നാലും കുറേയൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഇറങ്ങിയിട്ട് കാണാം. ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി 7:30-ക്കാണ് ഇറങ്ങിയത്. രാവിലെ 7:30 കഴിഞ്ഞു. 7:35 ഇപ്പോൾ ഇതാ കാവന്നൂരെത്തി. വയനാട് വഴിയാണ് പോകുന്നത്. ഇപ്പം നേരെ മൈസൂരിൽ നിന്ന് അർജുൻ ജോയിൻ ചെയ്യും. അപ്പോൾ ഞാൻ അവിടുന്ന് വീഡിയോസൊക്കെ മര്യാദയ്ക്ക് എടുക്കാം. അവൻ ഡ്രൈവിങ് കൊടുക്കാമല്ലോ. ഗൈസ് ചുരത്തിൽ നല്ല ബ്ലോക്കാണ് ഗൈസ്. വീക്കെൻഡും കൂടി ആയതുകൊണ്ട് ഫുൾ വണ്ടികളാണ്. നല്ല ബ്ലോക്കും ഉണ്ട്. അർജുനോടെ 12 ഒക്കെ ആകുമ്പോൾ എത്തും. എൻ്റെ ഇപ്പോൾ സമയം കാണിക്കണത് 12:30, 12:45 അപ്പം ഇങ്ങനെ ബ്ലോക്കാണെങ്കിൽ വീണ്ടും വഴുകുന്നത് തോന്നണേ. കട്ട ചോപ്പ്. ഇത്ര നല്ല ഓറഞ്ചായിരുന്നു, ഇപ്പോൾ ഇത് ചോപ്പായി. ഇപ്പോൾ ഇത് നീങ്ങുമാവും. അതൊക്കെ നീങ്ങുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ ഈ ഭാഗത്താണ് ചുരത്തിൻ്റെ ബ്ലോക്ക് വരുന്നത്. എന്താണെന്നാവും അല്ലേ? ഈ 2 ഹെയർ പിന്നിൻ്റെ അവിടെ ഉണ്ട്. മഴ ലോറികളൊക്കെ വന്നിട്ടാണ്. പക്ഷെ ഇവരെ പറയാൻ പറ്റില്ല. ഇവരില്ലെങ്കിൽ നമുക്ക് റൈസ് സാധനങ്ങളൊന്നും കിട്ടില്ല. സാധനം കൊണ്ടെടുക്കുന്ന വരെ പരിപാടി. ഞാനിപ്പോൾ 9:30 ആയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയത് 7:45 കഴിഞ്ഞു. 8 മണി പറയാം. ഇപ്പോൾ വീട്ടിൻ്റെ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇനി പോയിട്ട് ഓൺ ദ വേ കാണിച്ചു തരാം. ബാക്കുണ്ട് ഫുൾ സാധനങ്ങളാണ്. ഒരു ബെഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാം. അതിലേക്ക് വീഡിയോ ഞാൻ മൈസൂർ എത്തിയിട്ട് കേട്ടോ. അവന് ഡ്രൈവിങ് കൊടുത്തിട്ട് ഇപ്പോൾ ഇതാ ഞാൻ ബ്ലോക്കിൽ നിന്നപ്പോൾ എടുത്താ വണ്ടി എടുത്ത് പോട്ടെ. അപ്പം നമ്മൾ വയനാട് കയറിയ മുകളിലെത്തി. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ആൾക്കാർ ഇങ്ങനെ ട്രിപ്പായിട്ട് പോകുന്നുണ്ട്. ഇനി ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അമ്മ ഇവിടെ ആയിരുന്നു പഠിച്ചത്. അവിടെ എത്തിയിട്ടില്ല. ഈ തിരുവും കൂടി കഴിയണം. നല്ല വെയിലാട്ടോ. അവിടെ മുകളിലേക്ക് കയറിയപ്പോഴൊക്കെ നല്ല മഴക്കാറിൻ്റെ ഒരു ഇതുപോലും ഇല്ല. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ചെറിയ രീതിയിലൊരു മഴക്കാർ പോലെയൊക്കെ തോന്നിയിരുന്നു. പക്ഷേ വയനാട് കയറിയപ്പോൾ നല്ല ചൂടാണ്. ഞാൻ അവിടെ നിർത്തിയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പം എന്തായാലും സ്റ്റോപ്പ് മൈസൂർ എടുക്കാമെന്ന് വിചാരിച്ചു. അവൻ അവിടെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി കുറച്ച് നേരം. ഇപ്പം പിന്നെ വെയിറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ. അവിടെ പൂക്കോട് വെറ്റിനറി കോളേജ് അവിടെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. അവിടെ എത്തുന്നേ ഉള്ളൂ. ഇതാണ്. ഇവിടെയും തിരക്കാണല്ലോ. ഇതാണ് ഒരു എൻട്രൻസ്. വണ്ടി നിർത്തിയേക്കും. ഒരു എന്താ പറയുക, ഒരു വില്ലേജ് ഇല്ലേ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതും അതിൻ്റെ അകത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ അത്ര റഷ്. പിന്നെ പൂക്കോട് ലേക്കും ഇവിടെ അടുത്ത് തന്നെയാണ്. ഇപ്പോൾ കാട്ടുകൂടുള്ള വഴിക്കാട്ടോ പോകുന്നേ. Before I sleep,
hear the crickets, see the moon. ഇപ്പം നമ്മൾ വയനാടിൻ്റെ വൈൽഡ് ലൈഫിൽ കയറി മുത്തങ്ങ. ഇപ്പോൾ നല്ല കാലാവസ്ഥ കേട്ടോ. ഞാനിപ്പോൾ കൂളിംഗ് ഗ്ലാസ് കൂടെ നോക്കിയും കൊണ്ടാണോ അറിയില്ല, പക്ഷെ കാണാൻ നല്ല ചന്തമുണ്ട്. വീഡിയോയിൽ എങ്ങനെ ഉണ്ടെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ നല്ല വൃത്തിയുണ്ട്, നൈസായിട്ടില്ലേ. ഇവിടെ ഞാനെങ്കിലും കാണുമാവാം. സാധാരണ ആനയൊക്കെ വരുന്ന വഴിയാണ്, ആനയല്ല മാനാണ് വഴിക്ക് കൂടുതൽ കാണാൻ പറ്റുക സ്പോട്ടിങ്. പിന്നെ ഇവിടുന്ന് എല്ലാം സ്പോട്ട് ചെയ്യുന്ന ആൾക്കാരെ കാണാം, പക്ഷെ നമ്മൾ ഇതുവരെ പോയിട്ട് ഒറ്റൊന്നും പോലും ഇതുവരെ സ്പോട്ട് ചെയ്തില്ല. കുറച്ച് മാനിനെ കാണുകയെന്നല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. We know what we have, let's hold on tight. Found what we're looking for in life. Call us crazy, but things are finally right. എന്തായാലും വൈബാണ് ഇവിടെ, ഭയങ്കര സൈലൻസും നല്ല രസമുണ്ട്. ആരും സ്പോട്ട് ചെയ്യണമെന്നില്ല കേട്ടോ ഗൈസ്. ഒന്നും കാണാമല്ലോ, സാധാരണ മാനിനെങ്കിലും കാണാറുള്ളൂ, ഒന്നും അതുമില്ല. ഇത് ഇവിടെ മുത്തങ്ങയുടെ ഒരു എന്താ പറയുക ഫോറസ്റ്റ് സഫാരി ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ബസ് കയറി നമ്മൾ ഈ സൈഡ് കാണുന്ന ഇത് കൂടെ അങ്ങനെ കറങ്ങി അവർ കൊണ്ടുവരും. ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇവിടെ. പക്ഷേ അന്നും കുറച്ച് ഒരു ആനേനെ എന്തോ കണ്ടു തോന്നുന്നു. ആനയും മാനുമാണ് കൂടുതൽ കണ്ടേ. ആന കുറേ ഉണ്ടായിരുന്നു, ആന 1-2 എന്തോ. അതൊരു ടൈം ചെയ്ത് വെച്ച ആനകളാ തോന്നുന്നു, അല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. ചുമ്മാ വേസ്റ്റ് ആയിപ്പോയി. നേരത്തെയൊക്കെ പോയതാ. പിന്നെ മയിലിനെ കണ്ടായിരുന്നു. നമ്മൾ വീട്ടിൻ്റെ അവിടെ കാണുന്ന സെയിം സാധനം ഇവിടെ വന്ന് പൈസ കൊടുത്ത് വന്ന് കറങ്ങി കണ്ടു. കുറേ വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും വയനാട്ടിലേക്ക് വരുമോ തോന്നുന്നു. ഞാൻ പറഞ്ഞില്ലേ വീക്കെൻഡ് ആയതുകൊണ്ടേ. പോകാണ്ട് നമുക്ക് 100 കിലോമീറ്ററിൻ്റെ അടുത്ത് 94 ഇത്രത്തിലുണ്ട്. അവൻ മിക്കവാറും അവിടെ എത്താറായിട്ടുണ്ടാവും. അതിൻ്റെ ട്രെയിനിൻ്റെ ടൈം 12 മണിയാണോ 11:30 ആണോ എന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അത് രണ്ടിലും ഏതൊന്നാ. മോനെ ഹെജ്ജാതി വഴി. നമ്മളെ ചെക്ക് പോസ്റ്റിൽ എന്തോ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എത്ര ദൂരമുണ്ട്. കൊണ്ടൽപ്പേട് 30, മൈസൂർ 94. അപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് കഴിഞ്ഞ് അപ്പോൾ അതാ അടുത്ത സ്ഥലത്തെത്തി. ഇതാ ജസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. കർണാടകയിൽ കയറിയപ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസർ നമ്മുടെ ഒപ്പം കയറിയായിരുന്നു. പിന്നെ ആളോട് ഞാൻ സംസാരിച്ചിരുന്നു. ഓൺ ദ വേ 2-3 ആനേനെ കണ്ടു കേട്ടോ. പിന്നെ ആളോട് ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ ഇവിടുത്തെ കർണാടക ഫോറസ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, ക്ലർക്കാണ്. ഇതാ അർജുൻ വിളിച്ചു അവനോട് എത്തി പറഞ്ഞിട്ട്. എനിക്ക് ഇവിടുന്ന് 1 മണിക്കൂറുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ ക്രൂസ് ഓണാക്കിയേ, സുഖമായിട്ട് പോവാം. ഇത്ര നേരം ക്ലച്ച് ചവിട്ടി കുഴങ്ങി. ഫുൾ ഹമ്പായിരുന്നു ആ കർണാടക ചെക്ക് പോസ്റ്റ് കണ്ട് ആ ഫോറസ്റ്റിൻ്റെ അകത്ത്. നമ്മുടെ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്രൂസ് ചെയ്ത് കാലിനൊക്കെ റെസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഇനിയിപ്പോൾ കാഴ്ചകളൊന്നുമില്ല. ഇവിടുന്ന് ഊട്ടിക്ക് 84 കിലോമീറ്റർ, അതേപോലെ മൈസൂരിക്ക് 70 കിലോമീറ്റർ. 1 മണിക്കൂറിൻ്റെ അടുത്താണ് കാണിക്കണേ. റോഡ് അടിപൊളിയാണ്, നിർത്താൻ തോന്നുന്നില്ല. നല്ല വൈബ് റോഡ്. ഞങ്ങൾ ബർഗർ മാനിൽ കയറി. എന്തൊക്കെയൊക്കെയോ ഉണ്ട്, സ്നൂക്കറായിട്ടും ഫുട്ബോളായിട്ടും. ലഞ്ചും കഴിച്ച് ഡ്രൈവർ ചേഞ്ച് ആയി ഗൈസ്. അതെ ഇവരെ കിട്ടിയിട്ടോ. മൈസൂരിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം പോസ്റ്റാക്കി വെച്ചു, ജസ്റ്റ് ഒരു 1.5 മണിക്കൂർ. അതെ ഒട്ടും കുറവില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ ചിത്രദുർഗയ്ക്ക് പോകുന്ന അവിടെ സ്റ്റോപ്പ് എടുക്കണോ? ദേവങ്കര അല്ലല്ല,
ദാവങ്കര അവിടെ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. എത്ര സമയം പോലെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മളൊരു ഹിസ്റ്റോറിക് പ്ലേസ് കൂടെ പോകണം. സാധനം കാണാനൊന്നുമില്ല. എന്താണ് ശ്രീരംഗപട്ടണം. ആ ബോർഡ് എടുക്കാൻ വേണ്ടി എടുത്തായിരുന്നു, പക്ഷേ അത് മിസ് ഔട്ടായി. ഇനിയിപ്പോൾ ഈ വീഡിയോയിലും കൂടുതലുള്ള കാഴ്ചതാവും റോഡ് ട്രിപ്പാണ് ഗൈസ്. റോഡ് ട്രിപ്പ്. അപ്പോൾ അത് കർണാടകയിൽ ഏതോ ഒരു സിറ്റി, കുറച്ച് തിരക്കുള്ളൊരു സ്ഥലം, കുറേ നേരത്തിന് ശേഷം. അത്ര നേരം വിജനമായ റോഡായിരുന്നു. കന്നഡയിലാണ്. മോഡ് പോലും കന്നഡ. ബെഡ് പ്ലസ് ഉണ്ട്. സോ ഓൺ വി ഗോ ഗൈസ്. ശ്രീ അടിച്ചുഞ്ചങ്കിരി മഹാശാസ്തവന മാത്ത് അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഏതൊക്കെയൊക്കെയോ വഴിക്ക് ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്നുണ്ട്. 7:15 എത്തുന്നു വിചാരിക്കുന്നു. അതൊരു ഹൈവേ ക്രോസ് ചെയ്തു. ഹൈവേ ഞങ്ങൾ പ്ലസ് പോലെ ക്രോസ് ചെയ്തേ. ക്ഷീണമൊന്നുമില്ല കേട്ടോ. ക്ഷീണം ചില്ലടിച്ചിങ്ങനെ പോവുക. ബാക്ക് ഭാഗം കാണിച്ചതല്ലല്ലോ. ഫുൾ സാധനം എന്താ അറിഞ്ഞ് കവിഞ്ഞ്. ഇത് തിരക്കില്ലാത്ത വഴി വന്നു അല്ലേ? റോഡ് മോശം. NH 150 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ മഴക്കാർ. അപ്പോൾ ഇവിടെ നിന്നൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടല്ലോ. കുറെ കല്ലൊക്കെ കാണാലോ. വെറും വിജിനാഥയാണ് ഗൈസ്. വിജിനാഥ ഒരു വീട് പോലും ഇല്ല. എന്തോ കത്തിക്കരിഞ്ഞു കൊന്നു. അങ്ങനത്തെ റൂട്ട് കൂടെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ക്യാമറ ആണെങ്കിൽ കുറച്ച് പച്ചപ്പൊക്കെ വന്നു. ഇത്ര നേരം അതും കൂടി ഉണ്ടായിരുന്നില്ല. മണ്ണെടുക്കുന്ന സ്ഥലം തോന്നണോ. 2-3 ആൾക്കാരായി ഇതും കൊണ്ട് മണ്ണും കൊണ്ട് പോകുന്നു. കുറേ ട്രാക്ടേഴ്സ് കാണാം. നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് പോകുന്നതല്ലേ കുറേ ട്രാക്ടറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുന്നത്. അതാ പോയി. എന്താണ് NH പോണ പോലെ പോകണ്ടല്ലോ ഗൈസ്. വീണ്ടും വിജിതനയ്ക്ക് വിജിതനക്ക് എന്താ പറയാ, ആരുമില്ലാത്ത സ്ഥലത്ത് കൂടെ വീണ്ടും വിജനത. ഞങ്ങൾ ചെറിയ കടയിൽ നിന്ന് ഓതന്റിക് ആയിട്ടുള്ള ചായ കുടിക്കാൻ കറിയതാണ്. ആരുമില്ല. വിജിനത അഗെയിൻ. ഇവിടെ ആകെ ഈ കട മാത്രമേ ഉള്ളൂ. ഇവിടെ ലേസും കുർക്കറൊക്കെ ഉണ്ട് കേട്ടോ. ചൂടുവട. ചായൻ്റെ ഗ്ലാസ് ഉണ്ട്. കോമഡിയാണ്. അവിടുന്ന് ചായ കുടിച്ചേ അതെ പോവാണ്. ഗൈസ് റോഡ് മൊത്തം മാറി. നല്ല വൈബ് റോഡ്. വിൻഡ് മില്ല് കാണാണ്ടോ അവിടെ ദൂരെ. നല്ല പ്ലസൻ്റ് റോഡായിട്ടുണ്ട്. നല്ല ചില്ല് ക്ലൈമറ്റും. സൈഡിൽ മഴക്കാറൊക്കെ ഉണ്ട്. കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഇപ്പടാം. മഴ വന്നു. മഴ ഇതേ വിൻഡ് മില്ലടുത്തെത്തി. ഇത് സ്ഥലം ഇപ്പോൾ ചിത്രദുർഗ എത്താറായി. ലൈക്ക് 76 കിലോമീറ്റർ ടു ചിത്രദുർഗ. ലാൻഡ്സ്കേപ്പൊക്കെ അടിപൊളിയാണ്. റോഡും ഇപ്പോഴാട്ടോ റോഡ് നന്നായി. ഇത്ര നേരം മോശമായിരുന്നു. ആണ് വീഡിയോ എടുക്കാൻ. അതുകൊണ്ട് അവിടെയും നല്ലുണ്ട്. എല്ലാം മലേൻ്റെ മുകളിൽ കൊണ്ട് വെച്ചോണല്ലോ. ഇവിടെ ട്രിപ്പിൾസൊക്കെ കോമൺ ആണ് ഗൈസ്. അപ്പൂപ്പന്മാരൊക്കെ വൈബായി പോട്ട്. നല്ല റോഡൊക്കെ
ആ കാണുന്ന റോഡാണ് അവൻ പറഞ്ഞത്. ഇതിനോട് ചായക്കട, അതെന്താ പഞ്ചർ കട? അല്ല, ചായക്കട. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിൻ്റെ ഒരു വൈബ് വരുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കൂ. ഓഫ്, റോഡ് ക്രോസ് ചെയ്യുന്നു. അവിടെ വണ്ടികളൊക്കെ പറക്കലാണ്. ലോറി. ഞങ്ങളതാ ചുമ്മാ അവിടെ നിർത്തിയതാ. കുറച്ച് പിക്സ് ഒക്കെ എടുക്കാൻ. ആ വിൻഡിമിൽ നേരത്തെ കാണിച്ച സാധനങ്ങളതാ. യെസ്, വീഡിയോസ് ഓൺലി. അപ്പോൾ ഇരുട്ടായി തുടങ്ങി. ഞങ്ങൾക്ക് ഇനിയും പോകാണ്ട് 1 മണിക്കൂറിൻ്റെ ദൂരം. 7:20 ഇവിടെ ഫസ്റ്റ് സ്റ്റോപ്പിലെത്തുക. അതേപോലെ തന്നെ എപ്പോഴും വണ്ടി ഓടിക്കണം. ചില്ലി. ചെറിയ രീതിയിലൊരു മഴക്കാറൊക്കെ കാണാണ്ട് കേട്ടോ. രാത്രി മഴ ഉണ്ടാവുന്നതായിരിക്കുന്നു. അതാണ് പ്രശ്നം. മറക്കില്ലേ സൺസെറ്റ് ഉണ്ടോ? പതുക്കെ കിട്ടോ? കാണട്ടെ സണ്ണ് വരട്ടെ. വായോ സണ്ണേ കേട്ടോ. നല്ല ഓറഞ്ച് സൺ. ഓറഞ്ചോ റെഡോ കളറ് മാത്രം പറയരുത് ഗൈസ്. ക്രിംസൺ ഒമ്പോ കിട്ടി. അവിടെ കുറച്ച് ആടുകൾ. ആട് ബോട്ട് ക്രോസിംഗ്. പാടില്ല നമ്മെ നമ്മൾ പാടേ മാറൊന്നും ചെയ്തുകൂടാ. സൺസെറ്റ് ആണത്. വൈബ് തന്നെ. അടിപൊളിയിലേ. സൺസെറ്റ് കഴിഞ്ഞപ്പോൾ കാളത്തി ഇവിടെ കയറില്ലല്ലോ. ആദ്യം 100 ഞങ്ങൾ പൂനെ മുംബൈ ഹൈവേയിൽ കയറി. സോറി, ബാംഗ്ലൂർ പൂനെ ഹൈവേയിൽ കയറി പറക്കുന്നു. ചിത്രദുർഗ എത്താൻ 17 മിനിറ്റും കൂടി. ചിലപ്പോൾ ഞങ്ങൾ നേരെ ദാവങ്കരേക്ക് പോകും. തീരുമാനമായിട്ടില്ല എപ്പോഴും. ഓൺ ദ ഗോ. ഊഫ്, എന്താ ബ്യൂട്ടി റോഡ്. നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല സുഖമായിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന ചിത്രദുർഗയാണ് ആ ലൈറ്റ്സ്. നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് നേരെ ദാവങ്കരയ്ക്ക് പോകണം. ഞങ്ങൾ അമ്പൂർ ബിരിയാണി മേടിച്ചേ. രാത്രിത്തെ ഫുഡാണ്. പിന്നെ ഒരു കബാബ്. ഇത് പൊളിയാണ്. You know what we have, let's hold on tight. Found what we're looking for in life.